ഇടതുപക്ഷ രാഷ്ട്രീയ സ്വത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. MR അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്ന വാക്കുകൾ അവരുടെ കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിൽ ഉറച്ചതാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും ADGPക്ക് RSS ബന്ധം പാടില്ല എന്നത് രാഷ്ട്രീയ ധാർമ്മികതയാണെന്ന് ബിനോയ് വിശ്വത്തിന് അറിയാം. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം CPI അവരുടെ നിലപാട് പറയുന്നുണ്ട്. ഉറപ്പായും നാളെയും പറയും. ആരോപണമെന്നും അന്വേഷണമെന്നുമുള്ള മുനയൊടിഞ്ഞ വാക്കുകൾ കൊണ്ട് എത്ര നാൾ പിടിച്ചു നിൽക്കും സർക്കാർ? 4 അന്വേഷണം നേരിടുമ്പോഴും മുന്നണിയിലുള്ളവരും പൊതുജനങ്ങളും അവിശ്വസിക്കുമ്പോഴും അജിത് കുമാറിനോടുള്ള കരുതൽ എന്തിനാണ്? ചോദ്യം ഇതാണ്. കരുതലിന് കാരണമെന്ത്? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ്. ആദ്യം ഞാൻ അബിനിലേക്ക് പോകുന്നു. അബിൻ വർക്കി, ഇപ്പോൾ RSS ADGP കൂടിക്കാഴ്ചയിൽ ADGPക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് CPI. കോൺഗ്രസും ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ DGPയുടെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതായത് ശരിയായ തീരുമാനം വരാൻ പൂർണ്ണമായ സത്യം പുറത്തു വരട്ടെ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. ഈ പൂർണ്ണമായ സത്യം, പൂർണ്ണമായ രാഷ്ട്രീയ സത്യം DGP ആണോ കൊണ്ടുവരിക? തീർച്ചയായിട്ടും അല്ല. ഇതിനകത്ത് പ്രശ്നം ഈ RSSും ADGPയുമായി നടത്തിയ ചർച്ചയുടെ ഒരു ഭാഗമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, 2023 ജൂലൈ മാസത്തിൽ നടന്ന RSS ADGP കൂടിക്കാഴ്ചയുടെ വിവരം. ആ കൂടിക്കാഴ്ച നടന്ന് അന്ന് പാതിരാത്രി പിറ്റേ ദിവസം പുലർച്ചെയായിട്ട് സംസ്ഥാന ഇന്റലിജൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതാണ്. RSSന്റെ ചീഫ് ഹൊസബല്ല ദത്താത്രേയെ ADGP കണ്ട് 1 മണിക്കൂർ സംസാരിച്ചു എന്നുള്ള കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ടേബിളിൽ എത്തിയതാണ്. എന്തുകൊണ്ടാണ് 1 വർഷമായിട്ടും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തോന്നാത്തത്? അതാണ് ഇതിൽ സംശയം ജനിപ്പിക്കുന്ന ഒന്നാമത്തെ സംഗതി. അതിനുശേഷം കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റാം മാധവുമായി കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയുടെ വിവരവും സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ടേബിളിൽ ഇരുന്നിട്ട് വർഷം 1 കഴിഞ്ഞു. എന്നിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും LDFലെ തന്നെ ഘടകകക്ഷി നേതാക്കന്മാരും LDFലെ തന്നെ MLAമാരും ഒരു ആരോപണം ഉന്നയിക്കുന്നത് വരെ ഇത്ര ഗുരുതരമായ ഒരു വിഷയത്തിൽ അന്വേഷണം എന്ന പ്രഹസനം നടത്താൻ മുഖ്യമന്ത്രി വൈകിയത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ കൂടിക്കാഴ്ചയുടെ വിഷയം എന്തായിരുന്നുവെന്നും കൂടിക്കാഴ്ച നടത്തിയത് എന്തിനായിരുന്നു എന്നുള്ളതും കൃത്യമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് RSS നേതൃത്വമായി ADGP കൂടിക്കണ്ടത്, സംസാരിച്ചത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാൻ വേണ്ടി ഒരു ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി കാത്തിരിക്കും എന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടന്മാരാണല്ലോ നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്ര ദിവസമായി CPI അതിശക്തമായി ADGPക്കെതിരെ നിലപാടെടുത്തു. ശ്രീ VS സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞു ഇത് അധികം നാൾ ഇങ്ങനെ അങ്ങ് പോവുകയില്ല. ആനി രാജ പറഞ്ഞു RSS ഫാക്ഷൻ ഈ കേരള പോലീസിനുള്ളിലുണ്ട്. വർഗീസ് ജോർജ് LDFന്റെ ഘടകകക്ഷി പറഞ്ഞു. കേരള കോൺഗ്രസ് എതിർത്ത് സംസാരിച്ചു. PV അൻവർ, KT ജലീൽ എന്ന ഇടതുപക്ഷത്തിന്റെ MLAമാർ എതിർത്ത് സംസാരിക്കുന്നു. എന്നിട്ടും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും നാൾ ഈ ADGPക്കെതിരെ ഒരു അന്വേഷണം നടത്തിയില്ല എന്നത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കൂ, തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് എങ്ങനെയാണ്? ആരോപണ വിധേയൻ ADGP അജിത് കുമാർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം ADGP അജിത് കുമാർ അന്വേഷിച്ച് ADGP അജിത് കുമാർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തു. ADGP അജിത് കുമാർ കുറ്റക്കാരനല്ല എന്നുള്ളത് എത്രമാത്രം പ്രഹസനമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടും ആ റിപ്പോർട്ട് LDF തള്ളിക്കളഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാളെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആ കൂടിക്കാഴ്ചയുടെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യവും അതിനകത്തെ പ്രധാനപ്പെട്ട റോളും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനും RSS നേതൃത്വവുമായി നടത്തിയ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഈ പറയുന്ന ADGP ഭാഗവാക്കായതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇയാളെ ഏത് ഘട്ടത്തിൽ പോയാലും സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് വന്നത്. ഇതാണ് യാഥാർത്ഥ്യം.
ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ CPIയുടെ എതിർ ശബ്ദം ഉയർന്നിട്ട് ഇപ്പോൾ ദിവസങ്ങളായല്ലോ. അത് ലേഖനങ്ങളായി വന്നു, പാർട്ടി മുഖപത്രത്തിൽ മുഖപ്രസംഗമായി വന്നു. അതുകൂടാതെ നേതാക്കൾ നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നുകൂടി ബിനോയ് വിശ്വം പറയുകയാണ് RSS ബന്ധമുണ്ടെങ്കിൽ ADGPക്ക് ഇടത് സർക്കാരിന്റെ പോലീസ് മേധാവിയായി, പോലീസിന്റെ ADGPയായി തുടരാൻ സാധിക്കില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ്. അപ്പോൾ എന്താണ് അപ്പുറത്തൊരു നിസ്സഹായ അവസ്ഥ? DGPയുടെ റിപ്പോർട്ട് സ്വാഭാവികമായും ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുമായിരിക്കും. ആ റിപ്പോർട്ട് എന്തായാലും ഒരു രാഷ്ട്രീയ നിലപാടോടുകൂടി റിപ്പോർട്ടല്ലോ. എങ്ങനെ വന്നാലും ഒരു രാഷ്ട്രീയ നിലപാട് ശക്തമായി വരേണ്ടതാണ് സാധാരണഗതിയിൽ CPMൽ നിന്ന്. പക്ഷേ ADGPയുടെ കാര്യത്തിൽ ഒരു അസ്വാഭാവികമായ ഒരു കരുതലില്ലേ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട കക്ഷികൾ, അതിൻ്റെ നേതാക്കൾ ഒന്നിലേറെ തവണ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. CPI വളരെ ശക്തമായ നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഇതേ നിലപാടെടുത്തിട്ടുണ്ട്. മാത്രമല്ല CPMൻ്റെ തന്നെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ നോക്കിയാൽ RSSുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോകേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവും CPMനില്ല. ഇനി ഭരണപരമായിട്ടുള്ളൊരു ആവശ്യത്തിനാണെങ്കിൽ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പം RSSുമായിട്ട് ചർച്ച നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ നടത്തിയിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് നടത്താൻ ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരാളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏൽപ്പിച്ചിട്ട് അത് പറയാമായിരുന്നല്ലോ. സർക്കാരിൻ്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് RSSുമായിട്ടുള്ള സമര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവരെ ചർച്ചയ്ക്ക് വിട്ടു എന്ന് അദ്ദേഹത്തിന് സർക്കാരിന് പറയാമല്ലോ. ആർക്കും ഒരു കുഴപ്പമില്ല. കണ്ണൂരെ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾ കേരളീയ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ADGP ലോ ആൻഡ് ഓർഡർ RSSൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇങ്ങനെ രഹസ്യമായിട്ട് കാണാൻ ശ്രമിച്ചത് എന്തിന് എന്ന് യഥാർത്ഥത്തിൽ CPMനും ആഭ്യന്തര വകുപ്പിനും വിശദീകരിക്കാൻ കഴിയുന്നില്ല. സാധാരണയിൽ അങ്ങനെ ഒരു യാത്ര അദ്ദേഹം നടത്തുമ്പോൾ സർക്കാരിൻ്റെ പെർമിഷൻ ഇല്ലെങ്കിൽ സ്വകാര്യ യാത്ര എന്നിട്ട് ഏർപ്പാടില്ല. അത്തരം പദവികളിലിരിക്കുന്ന ആൾ, ഇപ്പോൾ LDFൻ്റെ കൺവീനറായിരുന്ന ഒരാൾ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് കണ്ടതാണ്. പക്ഷേ അതൊരു സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞിട്ട് ആരും കൈ കഴുകിയിട്ടില്ലല്ലോ. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായിട്ടുള്ളത്. കാരണം രാഷ്ട്രീയമായിട്ട് ഒരു നിലയ്ക്കും യോജിക്കാൻ കഴിയാത്ത ആളുകളുമായിട്ട്, രാഷ്ട്രീയമായിട്ട് ഭിന്ന തലത്തിലുള്ള ആളുകളുമായിട്ട് രഹസ്യമായിട്ട് ഇടപാടുകൾ പാടില്ല. അപ്പോൾ ആ രഹസ്യമായിട്ടുള്ള ഇടപാടുകൾ എവിടെയോ ഉണ്ട് എന്നുള്ള സൂചനയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അത് വിശദീകരിക്കാൻ ആഭ്യന്തര ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ചുമതലയുണ്ട്, അവരുടെ പാർട്ടിക്ക് ചുമതലയുണ്ട്. ഇപ്പം ഗോവിന്ദൻ മാഷ് പറഞ്ഞ നടപടി വരും എന്നാണ്. എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഫലപ്രദമായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിനകത്തൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. അന്വേഷണ വിഷയമല്ല ഇത് അദ്ദേഹം തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ പോയി കണ്ടിട്ടുണ്ടെന്ന്. ആ പോയി കണ്ട സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരാൾ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഇരിക്കാൻ പാടില്ല. കാരണം കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ, കേരളത്തിലെ പൊതു അന്തരീക്ഷത്തിൽ RSS ഉണ്ടാക്കുന്ന വലിയ കുഴപ്പങ്ങളുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കിടയിൽ വലിയ ഉത്കണ്ഠയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാരണവശാലും RSSുമായിട്ട് രഹസ്യബാന്ധമുള്ള ഒരാളെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഇരുത്താൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, സിറാജുന്നതിയുടെ വധമടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പാരമ്പര്യം കേരള പോലീസിനുണ്ട്. വളരെ അതിരൂക്ഷമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധ, പിന്നോക്ക വിരുദ്ധ സമീപനം പോലീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ RSSൻ്റെ സ്വാധീനമുണ്ട് എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. ആ ഒരു അന്തരീക്ഷത്തിൽ കേരള പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ആൾ അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ മാറ്റേണ്ടതായിരുന്നു. മാറ്റാത്തതിന് ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിന് തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം വിശദീകരിക്കുന്നില്ല, പാർട്ടി വിശദീകരിക്കില്ല. അത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് സൊസൈറ്റിയിൽ എന്ന് പറയാതെ വയ്യ. അതാണ് ശ്രീ ജയചന്ദ്രൻ, പൂർണ്ണമായ സത്യം പുറത്തു വരട്ടെ എന്ന് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. RSSുമായുള്ള ബന്ധത്തിന്റെ ADGPക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ ഇത്ര ക്ഷമ CPMനുണ്ടാകുമ്പോൾ അതിലൊരു അസ്വാഭാവികത പൊതുവെ കാണുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂനപക്ഷം കൂടി കാണുന്നു എന്നുള്ളത് CPMനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ. കാരണം അൻവർ ഇപ്പോൾ അതിലാണ് ഒന്നത്, അതിൽ മാത്രമാണ് ഒന്നുന്നത്. അതെ, ഇതിലെ ഇത്തരം ആരോപണങ്ങൾ, ഇത് രാഷ്ട്രീയ ആരോപണമാണല്ലോ. ഈ രാഷ്ട്രീയമായ വിമർശനത്തിന് മുൻപും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും മുഖ്യമന്ത്രിയോ പാർട്ടിയോ അതിന് മറുപടി പറഞ്ഞത് കേരള സമൂഹം കേട്ടിട്ടില്ല. പ്രത്യേകിച്ചും പറഞ്ഞാൽ 2018 ഡിസംബർ 1 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് യൂത്ത് ലീഗിൻ്റെ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് ലോക്നാഥ് ബെഹ്റയെ DGP ആക്കിയത് നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരമാണ്. പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്ന്
ഉടനെ ആക്കിയത്. താൻ അങ്ങനെ പറയാൻ കാരണം മുല്ലപ്പള്ളി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ കണ്ടിരുന്നു. 2004 ഇസ്രത് ജഹാൻ കേസിൽ മോദിയെയും അമിത്ഷായെയും കുറ്റവിമുക്തരാക്കിയതിന് അന്ന് NIA തലവനായിരുന്ന ബെഹ്റയാണ് ചെയ്തത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ട് ബെഹ്റയ്ക്ക് കൊടുക്കാൻ ഈ പോസ്റ്റാണ് ആവശ്യപ്പെട്ടത് മോദി. അത് പിണറായി ചെയ്തു. ഇതായിരുന്നു ആരോപണം. അതിന് മുഖ്യമന്ത്രിയോ പാർട്ടിയോ മറുപടി പറയാൻ വന്നില്ല. കാരണം ഈ ഇസ്രത് ജഹാൻ കേസിൽ ആദ്യം ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു SIT ആണ് തീരുമാനിക്കുന്നത്. പിന്നീട് പ്രാണേഷ് പിള്ള എന്ന പിന്നീട് ജാവേദായല്ലോ, അയാൾ മാവേലിക്കരക്കാരനാണ്, ആലപ്പുഴ ജില്ലയിൽ. അയാളുടെ അച്ഛൻ കേസ് കൊടുത്തിട്ടാണ് CBI അന്വേഷണം വരുന്നത്. അതായത് ഇസ്രത് ജഹാൻ കേസിൽ SITയും CBIയും മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. NIA അന്വേഷിച്ചിട്ടില്ല ആ കേസ്. പക്ഷേ താൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് അന്നത്തെ KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി അങ്ങ് പറയുകയാണ് പരസ്യമായി ഒരു യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്. അത് ചർച്ച ചെയ്തില്ലേ വളരെ വ്യാപകമായിട്ട്? അതാണ് അന്തർധാര. CPMഉം പിന്നെ മോദി സർക്കാരുമായിട്ടുള്ള അന്തർധാരയുടെ ഭാഗമാണ് ബെഹ്റ ഇവിടെ DGP ആയി ഇരിക്കുന്നത് എന്നാണല്ലോ അന്ന് മുഴുവൻ വ്യാപകമായി പ്രചരിപ്പിച്ചത്. അതിന് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോ CPIയും സ്റ്റേറ്റ് കമ്മിറ്റിയോ സെക്രട്ടറിയോ ഒന്നും മറുപടി പറയാൻ വന്നിട്ടില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു തരത്തിലാണ് ഇപ്പോഴത്തെ ഈ ആരോപണം കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഈ ആരോപണം അൻവർ ഇത് മാത്രമാണ് പറയുന്നത് താങ്കൾ പറഞ്ഞത്. സംശയമാണ്. ഇപ്പോഴത്തെ ആരോപണത്തിന്റെ പശ്ചാത്തലം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. തൃശ്ശൂരിൽ അവിടെ ജയിച്ചു എന്നുള്ളതാണ്. ഏതാണ്? തൃശ്ശൂരിൽ BJP ജയിച്ചു എന്നുള്ളതാണ്. പൂരം കലക്കപ്പെട്ടു എന്നുള്ളതാണ്. അതെ, ഞാനതാണല്ലോ ശരി, അതാണല്ലോ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. സെപ്റ്റംബർ 4-നാണ് VD സതീശൻ ഇത് ഉന്നയിക്കുന്നത്. ഇതൊരു ആരോപണമായി ഉന്നയിക്കുന്നത് സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ്. പിറ്റേന്ന് 5-ാം തീയതി അൻവർ പറഞ്ഞല്ലോ. അൻവർ 20ഓളം പത്രസമ്മേളനം നടത്തിയതിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. പിന്നെ പിറ്റേ ദിവസം അൻവർ എന്താ പറഞ്ഞത്? ഇദ്ദേഹം VD സതീശനും ADGPയും RSSും കൂടെയാണ് ഇത് പ്ലാൻ ചെയ്തത്. അത് താൻ പറയാനിരിക്കുകയായിരുന്നു. ഇത് മണത്തറിഞ്ഞിട്ടാണ് തലേ ദിവസമേ ഇദ്ദേഹം പറഞ്ഞത്. ആര്? VD സതീശൻ ഇത് പറഞ്ഞത്. ഇത് മറ്റാരുമല്ല, PV അൻവർ MLA തന്നെയാണ് പറഞ്ഞത്. 5-ാം തീയതി, സെപ്റ്റംബർ 5-ാം തീയതി അതുണ്ടേ. അത് നിൽക്കുകയാണ്, സത്യാവസ്ഥയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതങ്ങ് മാഞ്ഞു പോയിട്ടില്ലല്ലോ. തലേ ദിവസം VD സതീശൻ അതുകൊണ്ടാണ് ഇത് വെടി പൊട്ടിച്ചത്, താൻ പറയാൻ പോകുന്നത് കൊണ്ടാണ്. അതെന്താണ് ഇപ്പോൾ അൻവർ ഓർക്കാത്തതും പറയാത്തതും? പല കാര്യങ്ങളുണ്ട്. ഇതുപോലെ അൻവർ പരസ്പര വൈരുദ്ധ്യത്തോടെ പറയുന്ന മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. കോടിയേരിയെ പിടിച്ച് വലിച്ചഴച്ചല്ലോ ഇന്നലെ. പിന്നെ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നിട്ട് അതിനോടൊപ്പം തന്നെ പറയുകയാണ് പിന്നെ 2018 സുപ്രീം കോടതി വിധി വന്നതിനകത്തുള്ള ശബരിമല ഇഷ്യൂ ഞാൻ എത്ര കത്തയച്ചു, പാർട്ടി സെക്രട്ടറിയോട് ഞാൻ നേരിട്ട് പറഞ്ഞു. അന്നാരാണ് പാർട്ടി സെക്രട്ടറി? ആർക്കും അറിയാത്തതല്ലോ കോടിയേരിയാണെന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ളത്. അപ്പോൾ അതിന് പ്രശ്നമല്ല. പക്ഷേ പാർട്ടി അത് ചെയ്തില്ല, ഗവൺമെൻറ് അത് ചെയ്തില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല. തൊട്ട് മുൻപ് പറയുന്നതാണിത്, കോടിയേരി ഉണ്ടായിരുന്നത് സംഭവിക്കില്ല. എന്നിട്ട് പാർട്ടി സെക്രട്ടറിക്ക് ഇങ്ങനെ കത്ത് കൊടുത്തു ശബരിമല വിഷയത്തിൽ. ഇതാണ് പറയുന്നത്. അതിനുശേഷമാണിപ്പോൾ ഞാനീ പറഞ്ഞത്. സെപ്റ്റംബർ 4-ന് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. 5-ാം തീയതി ഞാനിത് ഇന്ന് പറയാനിരുന്നതാണ്, അദ്ദേഹം അത് ഇന്നലെ പറഞ്ഞു. ഇതാണല്ലോ പറയുന്നത്. ഇതാണ് അതിൻ്റെ അകത്തെ സംഗതി. പിന്നെ ഞാൻ പറയാതിരുന്നത് തലേ ദിവസം VD സതീശൻ പറഞ്ഞു എന്നതിന്റെ പോയിന്റ് എന്താണ്? എനിക്ക് യാതൊരു പോയിന്റ് ഉന്നയിക്കാൻ എനിക്ക് ക്ലെയിം ഇല്ലല്ലോ ഇക്കാര്യത്തിൽ. താങ്കളല്ലേ ചോദിച്ചത് ഇങ്ങനെ പിന്നെ പറഞ്ഞോളൂ. എനിക്ക് അതിൻ്റെ അകത്ത് ക്ലെയിം ഇല്ല, പോയിന്റും ഇല്ല. ഇത് 4-ാം തീയതി VD സതീശൻ പറഞ്ഞു, 5-ാം തീയതി അൻവർ ഇങ്ങനെ പറഞ്ഞു. ഇത് രണ്ടും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. പോയിന്റ് കണ്ടെത്തുന്നവർ കണ്ടെത്താം. നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ RSS മായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ CPM നേതാക്കൾ അതിനോട് പ്രതികരിക്കും എന്നുള്ള മുൻ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളതും കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ട്. ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും ഇപ്പോൾ കോൺഗ്രസ് ആയാലും ഇപ്പുറത്ത് CPI ആയാലും ആവർത്തിച്ചുന്നയിച്ചിട്ടും അതിന്മേലൊരു രാഷ്ട്രീയ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയിൽ നിന്നോ വരുന്നില്ല എന്നുള്ളതും ജനത്തിൻ്റെ മുന്നിലുള്ളതാണ്. അവിടെയാണ് സംശയം. അതെ, ആ സംശയം ഇരിക്കെ തന്നെ ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങോട്ട് ഇതുപോലൊരു ചർച്ചയിൽ 2 ആഴ്ച മുമ്പാണ്, 2 ആഴ്ച ആയിട്ടുണ്ടാവില്ല, ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു അൻവർ ഇങ്ങനെ ഉന്നയിക്കുന്നത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ അറിവിൽ
വിശ്വസനീയമായി ഞാൻ അറിഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ 28% വരുന്ന മുസ്ലിം ജനസാമാന്യത്തിന് അവർക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് തിക്താനുഭവങ്ങൾ കൂടുതലുണ്ട്. ഒരുതരം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള നിലപാട് തന്നെ പോലീസ് പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അൻവർ കരുതുന്നത് എന്നാണ് ഞാൻ അങ്ങനെയാണ് അറിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അന്നേരം സ്മൃതി ആ സമയത്ത് എന്നോട് ചോദിച്ചത്, എന്താണ് താങ്കൾ അങ്ങനെ അത് അത്ര കുറച്ച് കാണുന്നത്, അതാണോ വസ്തുത, ഞാൻ അങ്ങനെ കുറച്ച് കാണുന്നത് ശരിയാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. പക്ഷേ ഇന്നലെ അൻവർ പറഞ്ഞത് എന്താ? ഞാൻ അന്ന് പറഞ്ഞ അതേ അഭിപ്രായം ഇന്നലെ അൻവർ പറയുകയാണല്ലോ. അതാണ് പ്രശ്നമെന്നുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ് താൻ ഉന്നയിക്കുന്നതെന്ന് നേരെ അങ്ങ് പറയുകയാണല്ലോ. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ താങ്കളും പറഞ്ഞു അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുള്ളതല്ലേ ഞാൻ സ്മൃതി എന്നോട് ചോദിച്ചത്. ഞാൻ ഇതേ വാചകമാണ് പറഞ്ഞത്, അതവിടെ ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ വാചകം ഇതേ മലപ്പുറം കേന്ദ്രീകരിച്ച് മലപ്പുറം ഈ സ്വർണ്ണക്കടത്തുകാരുടെ ഒരു കേന്ദ്രമാണ് എന്ന രൂപത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ പ്രതികരണം വരുമ്പോൾ അത് ശരിയായ സമീപനമല്ല. അത് പറയുമ്പോൾ വേറെ രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞ അപ്പോൾ അൻവർ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ എടുത്ത നിലപാട് എന്താണെന്നുള്ളതിന് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് പിന്നീട് ശരിയായി തന്നെ വരികയാണെന്നാണ് ഞാൻ കണ്ടത്. ആ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുതന്നെയാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. മുസ്ലിം പോപ്പുലേഷൻ്റെ കാര്യമാണ്, സത്യമാണ് സ്മൃതി. അത് ഈ അൻവർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിഷേധിക്കേണ്ട ഒരു വസ്തുതയൊന്നുമല്ല. അക്കാര്യത്തിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. അൻവർ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, മറ്റേ റിദാൻ്റെ പ്രശ്നം, റിദാൻ്റെ വധം, കൊല, മാമി കാണാതായത്, പൊന്നാനിലെ അതിജീവിത, ഏതാ അതെ തന്നെ മാമി തിരോധാനം. ഹലോ, മാമി തിരോധാനം പറഞ്ഞോളൂ. അതെ, അല്ല ഞാൻ പറഞ്ഞത് മാമി തിരോധാനം, പൊന്നാനിലെ അതിജീവിതയുടെ പ്രശ്നം, ഇങ്ങനെ അൻവർ പറയുന്ന പ്രശ്നങ്ങൾ കാലിക പ്രശ്നങ്ങളാണെങ്കിലും അത് ഞാൻ പറഞ്ഞ അൻവർ ഇന്ന് വ്യക്തമാക്കിയ ആ ഒരു നിലപാടിനോട് പൊതുവിൽ യോജിക്കുന്നതാണ്. പൊതുവിൽ പക്ഷേ അതിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങൾ പൊതുവിൽ യോജിക്കുന്നത് തന്നെയാണ്. ഈ ഈ ഇസ്ലാം മതവിഭാഗക്കാരെ ഒരു തരത്തിൽ വ്യത്യസ്തമായ നിലയിൽ ആഭ്യന്തര വകുപ്പ് സമീപിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് പൊതുവിൽ അങ്ങനത്തെ പ്രശ്നം പല കാര്യങ്ങളും അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് നിഷേധിക്കാൻ കഴിയാത്ത വിധം വസ്തുതയാണ് എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത്. ആ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പൊതുവായി അൻവർ മറ്റ് കാര്യങ്ങൾ തീവ്രവാദ സ്വഭാവത്തിലുള്ള വർത്തമാനം അൻവർ പറയുന്നുണ്ടോ എന്നൊക്കെയുള്ളത് വേറെ പരിശോധിക്കേണ്ട കാര്യമാണ്. അത് മറ്റേ ഈ നമ്മൾ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഗണത്തിൽ വരുന്നതൊക്കെയുള്ള വേറെ ചർച്ചയാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല, അതിൻ്റെ ഘട്ടമല്ലല്ലോ ഇപ്പോൾ. പക്ഷേ അൻവർ പറയുന്നത് ശരിയും തെറ്റുമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ശരി മാത്രമല്ല, തെറ്റും അദ്ദേഹം പറയുന്നുണ്ട്. ശരി, അത് അൻവറിന്റെ മാത്രം ആരോപണമല്ല. ഈ മലപ്പുറം ജില്ലയിൽ കേസുകൾ പോലീസ് ഉണ്ടാക്കിയെടുക്കുന്നു, അതായത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ആ രൂപത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നുള്ളതാണ് അൻവർ പറയുന്നത്. ആ രൂപത്തിലുള്ള പരാതി നേരത്തെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നടക്കം അവിടെ CPM തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ തരത്തിലുണ്ട് എന്നുള്ളത്. ഇപ്പോൾ മോഹൻദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അത് നിഷേധിച്ചുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിന്റുവിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ADGP RSS കൂടിക്കാഴ്ചയാണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ ADGPക്ക് അനുകൂലമായി നിൽക്കുകയാണ് മുഖ്യമന്ത്രി. അത് സംശയകരമാണ് എന്ന വാദം ഇപ്പോൾ CPയിൽ നിന്ന് ആവർത്തിച്ചു വരികയാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു വരുന്നത് RSSലെ നേതാക്കളെ ആർക്കും കാണാം, അത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു നിലപാടായി തന്നെ മാറിയിട്ടുണ്ട്, RSSൽ അംഗമാകാം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനു മുമ്പുള്ള കൂടിക്കാഴ്ചയാണ്. എന്നാൽ പോലും CPM ഇപ്പോൾ എടുക്കുന്ന നിലപാട് നിങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടാണ് അല്ലേ? അല്ല, ഞങ്ങളങ്ങനെ CPM ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് നോക്കുന്ന സമയത്ത് കേരളത്തിലെ സമ്പൂർണ്ണമായിട്ടുള്ള കേരളത്തിൻ്റെ നിയമവാഴ്ച തകർന്നു നിൽക്കുന്നൊരു സാഹചര്യം. 2, സർക്കാരിൻ്റെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച് സർക്കാർ ഒരു ചോദ്യചിഹ്നമായി കൊണ്ട് വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നിങ്ങൾ മറ്റൊരു ഇരവാദത്തിന് വേണ്ടി ശ്രമിച്ചുകൂടെ? ഇപ്പോൾ ജയചന്ദ്ര സാറായിരുന്നാലും സ്മൃതി പരുത്തിക്കാടായിരുന്നാലും ഇവിടെയുള്ള പാനലിസ്റ്റുകളൊക്കെ തന്നെ കേരളത്തിൽ മറ്റൊരു ഇരവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്.
ആ ഇരവാദം വലിയ അപകടകരമായിട്ടുള്ള ഇരവാദമാണ്. കാരണം നിങ്ങൾ പറയുന്നത് ഈ RSSന്റെ ദത്രാത്രേയ ഹൊസബളയുമായി കണ്ടതിന് ശേഷം ഈ കേരളത്തിന്റെ ഒരു പ്രത്യേക സംവിധാനം അല്ലെങ്കിൽ പോലീസ് സംവിധാനം ഇവിടെ മുസ്ലിം സമുദായത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊരു രീതിയിലുള്ള ഒരു ആഖ്യാനത്തിന് നിങ്ങൾ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. ഈ കേരളം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള അൻവർ ഉന്നയിച്ച ആരോപണം എന്നൊക്കെ മാറിക്കൊണ്ട് ദത്രാത്രേയ ഹൊസബളയും ADGP-യുമാണ് ഈ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ എന്ന രീതിയിലുള്ള ഒരു ആഖ്യാനത്തിന് വേണ്ടിയുള്ള ശ്രമമുണ്ട്. ഞാനൊന്ന് പറയട്ടെ, അങ്ങ് ഇതിനകത്ത് മലപ്പുറം ജില്ലയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. സ്മൃതി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഒരു നേരത്തെ ജയേന്ദ്ര സാറും പറയുന്നു, സ്മൃതിയും പറയുന്നു, മലപ്പുറം ജില്ലയിലെ ചില ആളുകളെ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. എങ്ങനെയാണ് സ്മൃതി പരുത്തിക്കാട്ട് അങ്ങനെ പറയാൻ സാധിക്കുക? അങ്ങ് പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിലെ കേസുകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ കേസുകളുടെ എണ്ണം സ്മൃതി കൂടിയിട്ടില്ല. ഇപ്പൊ അൻവർ ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ പിറകെ നിങ്ങൾ പത്രപ്രവർത്തകർ പോവല്ലേ? അൻവർ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം കൂടുന്നു, 24,580 കേസുകൾ എടുത്തിട്ടുണ്ട് എന്നാണ്. മുൻ വർഷത്തേക്കാൾ 6,000 കേസ് കൂടിയെന്നാണ്. സ്മൃതി, ഈ അൻവർ ഉന്നയിക്കുന്ന ആരോപണം പച്ചക്കള്ളമാണ്. മലപ്പുറം ജില്ലയിലെ നിങ്ങൾ കേസ് ഡയറി ഒന്ന് പരിശോധിക്കുക. 2013 മുതൽ 2024 വരെയുള്ള കേസ് ക്രൈം റിപ്പോർട്ട് നിങ്ങൾ പരിശോധിക്കുക. മലപ്പുറം ജില്ലയിൽ 2015 39,700 കേസുകൾ എടുത്തിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്തൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ചേരുതിരിവിന് വേണ്ടിയുള്ള ശ്രമം ആസൂത്രിതമായിട്ട് കൊണ്ടുവരികയാണ്. അതിന് നിങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നത് പോലീസ് സേനയാണ്. ഇപ്പൊ പോലീസിന് പ്രത്യക്ഷവും പരോക്ഷമായിട്ട് രാഷ്ട്രീയമൊന്നുമില്ല. നിങ്ങളിങ്ങനെ പോലീസിനെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ മലപ്പുറം ജില്ലയിലെ പോലീസ് സംവിധാനം അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എന്തിന്റെ ഔചിത്യത്തിലാണ്? അല്ല മനോവീര്യം അല്ല ഞങ്ങൾ അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടികൾ എടുക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കേസുകൾ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് അവിടെ കോൺഗ്രസും ലീഗും ഒക്കെ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇപ്പോൾ അൻവർ ഇടഞ്ഞു നിന്നപ്പോൾ അത് ആവർത്തിച്ചു പറയുന്നു. അദ്ദേഹം ചില കേസുകൾ തന്നെ എടുത്തു പറയുകയാണല്ലോ. മലപ്പുറം ജില്ലയിൽ അദ്ദേഹം ചില കേസുകൾ തന്നെ എടുത്തു പറയുകയാണല്ലോ പ്രിന്റു. അദ്ദേഹം ചില കേസുകൾ എടുത്തു പറയുകയാണല്ലോ പ്രിന്റു. മാമി നിരോധനവുമായി ബന്ധപ്പെട്ട കേസ് അവിടെ നിൽക്കട്ടെ, അതിനെ നിങ്ങളൊന്ന് മാറ്റി നിർത്ത്. അല്ല സ്മൃതി, മാമി നിരോധനവുമായി ബന്ധപ്പെട്ട കേസ് നിങ്ങൾ മാറ്റി നിർത്ത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഈ പോലീസ് സംവിധാനത്തിന് അവിടെ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് കേസെടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ മതപരമായിട്ടുള്ള വേർതിരിവുണ്ടോ? പോലീസ് സംവിധാനത്തെ ക്രൈം റിപ്പോർട്ട് ചെയ്ത പോലീസാണ്, അത് കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ മുസ്ലിമാണ്, ജാതിയും മതം നോക്കിയിട്ടൊന്നല്ല സ്മൃതി. പിന്നെ രണ്ടാമത് ഇവർ പറഞ്ഞല്ലോ സുജിത് ദാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ. സ്മൃതി പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ അങ്ങനെ ആ രീതിയിലുള്ള സ്വർണ്ണക്കടത്തൊന്നുമില്ലെന്ന്. സ്മൃതി, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 147.79 കിലോഗ്രാം ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണല്ലോ ഈ കരിപ്പൂർ ഉള്ളത്. അല്ല, ജില്ല സാങ്കേതികമായി മലപ്പുറത്താണ്, പക്ഷെ കോഴിക്കോടിന് അടുത്താണ്. അപ്പോൾ കോഴിക്കോട് ഈ മലപ്പുറം ഈ എന്താ പറയുക വിമാനത്താവളത്തിന് പുറത്തുനിന്ന് പിടിക്കുന്ന കേസുകളെല്ലാം തന്നെ മലപ്പുറം ജില്ല എന്ന രീതിയിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കേസുകളുടെ എണ്ണം വരുന്നു. അപ്പോൾ അത് മലപ്പുറത്തിന്റെ ഒരു പ്രശ്നമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നാണ് അൻവർ പറഞ്ഞത്. അല്ല അതൊക്കെ സ്മൃതി ശരിയാണ്. പക്ഷെ നമ്മൾ കരിപ്പൂർ വിമാനത്താവളം മാത്രം എടുക്കുക. കേരളത്തിൽ 2 വർഷത്തിനുള്ളിൽ 147.79 കിലോഗ്രാം സ്വർണ്ണ കടത്ത് കേസാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. അതിനകത്ത് 124.47 കിലോഗ്രാം സ്വർണം കടത്തിയിട്ടുള്ളത് മലപ്പുറം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കടത്ത് ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുക? അല്ല ഞാൻ പറയട്ടെ, ഈ കസ്റ്റംസിൽ ഉദ്യോഗസ്ഥന്മാരിൽ ഒരു പരിധി വരെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കസ്റ്റംസിനെ ഇവരെ സ്വാധീനിക്കുന്ന കള്ളനാണയങ്ങളുണ്ട്. ഈ കള്ളനാണയങ്ങൾക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുറത്തു വരുന്ന സ്വർണ്ണമാണ്. സ്മൃതി ഒന്ന് മനസ്സിലാക്കണം. 2019 നിങ്ങൾക്കറിയാം ഈ വിഷയം കേരളത്തിൽ കത്തിയത് രാമനാട്ടുകരയിൽ 5 യുവാക്കൾ കള്ളക്കടത്ത് സംഘവും സ്വർണ്ണക്കടത്ത് സംഘവും സ്വർണ്ണം പൊട്ടിക്കൽ സംഘവും തമ്മിലുള്ള തർക്കത്തിൽ 5 യുവാക്കൾ രാമനാട്ടുകരയിൽ മരണപ്പെട്ടു. അതിനുശേഷം അന്ന് അവിടുത്തെ SP ആയിരുന്നു, 2019 SP ആയിരുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സ്വർണ്ണവേട്ടയുണ്ട്. ഇപ്പൊ സുജിത് ദാസിന് നിങ്ങൾ ബാക്കിയുള്ള ആരോപണമൊക്കെ മാറ്റിവെക്കൂ. കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് കേസ് 1 വർഷം കൊണ്ട് പിടിച്ച സുജിത് ദാസ് ആയിരുന്നു. 79 കള്ളക്കടത്ത് സംഘത്തെയാണ് പിടിച്ചത്. ആ ഒരു മോഡൽ മാതൃകയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് കസ്റ്റംസിലായിരുന്നു ഇദ്ദേഹം നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിന് നേരിട്ട് ലിങ്കാണ്. അപ്പോൾ അവിടെ നിന്ന് പിടിക്കാതെ പുറത്തേക്ക് എത്തിക്കുന്നു, പുറത്തേക്ക് എത്തിച്ചിട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നു. ഇതാണ് അദ്ദേഹത്തിനെതിരായ ആരോപണം.
അപ്പോൾ സസ്പെൻഷനിലെ ഉദ്യോഗസ്ഥന് വേണ്ടിയൊക്കെ ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നതിന് എന്താണ് കാരണം? അതൊക്കെ സസ്പെൻഷൻ കേസ് അതുമായി ബന്ധപ്പെട്ടവല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടല്ല, ഫോൺ റെക്കോർഡുമായി കാല് പിടിച്ച് കേഴുന്നതിനാണ്. അല്ലാതെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്മൃതി അല്ല സ്മൃതി, ഇതിനകത്ത് ഓഫീസിലെ മരം കടത്തി ഫർണിച്ചർ ഉണ്ടാക്കി വീട്ടിലേക്ക് ഈ അൻവറിന് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതേപടി വിഴുങ്ങല്ലേ. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സുജിദാസുമായി ബന്ധപ്പെട്ട അതുമാത്രമല്ല കുഴൽപ്പണക്കടത്ത്, കള്ളപ്പണക്കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ സുജിദാസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് വിദ്വേഷമുണ്ട്. ആ വിദ്വേഷത്തിന് കാരണമുണ്ട്. കാരണം മലബാർ സ്വർണ്ണക്കടത്ത് ലോബി എന്ന് പറഞ്ഞാൽ ഒന്ന് മലപ്പുറം കേന്ദ്രീകരിച്ച ലോബിയും മറ്റൊന്ന് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ലോബിയാണ്. ഈ രണ്ട് ലോബിയും കണ്ണൂർ ലോബി, സ്വർണം പൊട്ടിക്കലായ കണ്ണൂർ ലോബി, ഈ കണ്ണൂർ ലോബിയും ഈ രണ്ട് ലോബികളും കണ്ണൂർ ലോബിക്ക് തിരിഞ്ഞതിന്റെ പ്രശ്നമാണ് കേരളത്തിൽ യഥാർത്ഥ വന്നിട്ടുള്ളതാണ്. പക്ഷേ സ്വർണം പൂർണ്ണമായും പുറത്തേക്ക് വരുന്ന രീതിയിൽ കസ്റ്റംസ് അവിടെ അത് അനുവദിക്കുന്നുവെങ്കിൽ അത് കേന്ദ്രത്തിന്റെ പരാജയം കൂടിയാണ്. അങ്ങനെ പൂർണ്ണമായി സ്വർണ്ണമല്ല, ഏതെങ്കിലും രീതിയിൽ പല ഗ്രീൻ ചാനലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്ന അതിവിദഗ്ധന്മാരായ ഒരു സംഘമാണ് ശ്രുതി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം എം ടിയുടെ അറബിപ്പൊൻ എന്ന് പറയുന്ന ഒരു നോവൽ ഇറങ്ങിയിട്ട് 50 വർഷമായി. ഒരു 50 വർഷത്തെ പഴക്കമുണ്ട് സ്വർണ്ണക്കടത്ത്, മലബാറിന്റെ സ്വർണ്ണക്കടത്തിന്. അറബികളുടെ കാലഘട്ടം മുതലുള്ളതാണ്. അതൊരു സുപ്രഭാതത്തിലൊന്നും മാറ്റാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന ആളാണ് സുജിദാസ്. ADGPക്ക് ക്ലീൻ ചിറ്റ്, സ്വർണ്ണക്കടത്ത് മലപ്പുറം കേന്ദ്രീകരിച്ച് ഞാൻ പറയുന്നത് ശ്രുതി അങ്ങനെ സ്മൃതി അങ്ങനെ ക്ലീൻ ചീറ്റ് അല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥ കാരണങ്ങൾ, നിങ്ങൾ അൻവർ പറയുന്ന കാരണങ്ങൾ അതേപടി വിശ്വസിച്ചുകൊണ്ട് ഇവിടത്തെ സ്വർണ്ണക്കടത്ത് സംഘത്തെ വെള്ളപൂശാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അൻവർ ഇരിക്കുന്ന ഇരവാദമുണ്ടല്ലോ, അപകടകരമാണല്ലോ. പ്രിന്റു മഹാദേവ്, ഞാനിപ്പോൾ അൻവറിന്റെ വാദം പറയുകയല്ല, ഒന്ന് മനസ്സിലാക്കൂ. അൻവർ ഉന്നയിച്ച കേസുകൾ എത്രയാണ്? ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ. താങ്കൾ ഇപ്പോൾ ഒരു കേസ് മാത്രം പറഞ്ഞു. അത് കൂടാതെ പൊന്നാനിയിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു, പോലീസുകാരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു പരാതി ഉന്നയിക്കപ്പെട്ടല്ലോ. ആ പരാതി പറഞ്ഞിട്ട് FIR പോലും ഇട്ടില്ല. എന്നിട്ടിപ്പോൾ കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോടതിയിൽ നിന്ന് വിമർശനം ആർക്കെതിരെയാണ്? പോലീസിനെതിരെയാണ്, സർക്കാരിനെതിരെയാണ്. അൻവർ ഉന്നയിക്കുന്ന അപ്പോൾ എന്തുകൊണ്ടാണ് അതായത് ചിലരുടെ പരാതി FIR പോലും ആകുന്നില്ല, ചിലരെ കേസിൽ പെടുത്തുന്നു, അതൊരു യഥാർത്ഥ പരാതിയായി അവിടെയുള്ളവർ കാണുന്നുണ്ട്. അതാണ് താൻ ഏറ്റുപിടിക്കുന്നത്, അതാണ് താൻ വിളിച്ചു പറയുന്നത് എന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അൻവർ കൃത്യമായിട്ട് ന്യൂനപക്ഷം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായമാണ്. അപ്പോൾ മുസ്ലിം സമുദായം ഒരു പ്രത്യേക രീതിയിൽ പോലീസ് സംവിധാനം മുസ്ലിം സമുദായത്തോട് അവിടെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകളുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് അതിന് നടപടിയെടുക്കണം. അല്ലെങ്കിൽ ഇതിനെതിരെ തിരിച്ചൊരു ആരോപണങ്ങളൊക്കെ വെറുതെയാണെങ്കിൽ ഇപ്പോൾ റിയാസിനെതിരെ പോലെ ആരോപണം വന്നു, റിയാസ് മാനനഷ്ട കേസ് കൊടുക്കണം. ഇതിനകത്ത് പിണറായി വിജയനും അൻവർ അടക്കമുള്ള ആളുകൾ കൃത്യമായി പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ആഭ്യന്തര സംവിധാനം തകർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു വേറെ രീതിയിലുള്ള RSS ADGP പ്രശ്നമാണ് കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്ന ഇരവാദം നിങ്ങൾ ഏറ്റു പറയാണ്. മലപ്പുറം ജില്ലയിലെ വിഷയം ഇങ്ങനെ പറയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിഷയമുണ്ട്. ജയേന്ദ്ര സാർ അതന്നെ പറയുന്നത്, അങ്ങനെ വിഷയമുണ്ട് മലപ്പുറം ജില്ലയിൽ. അപ്പൊ അത് നിങ്ങളൊരു പുതിയൊരു വ്യാഖ്യാനം രചിച്ചുകൊണ്ട് അവരുടെ അനുഭവമായി അത് പറയുമ്പോൾ അത് പറയേണ്ടി വരും. അത് പരിശോധന വേണം. അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? എന്തടിസ്ഥാനത്തിൽ അത് പറയുന്നത്? അല്ല സ്മൃതി, എന്തടിസ്ഥാനത്തിൽ? അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? പോലീസിൽ നിന്ന് അങ്ങനെ അനുഭവമാണ് സ്മൃതി? അങ്ങനെ ഒരു മതവും ജാതിയും നോക്കിയിട്ടാണ് പോലീസ് കേസെടുക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. മലപ്പുറം ജില്ലയിൽ പോലീസുകാരുണ്ട്, ഇല്ല എന്നൊന്നും താങ്കൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയുന്ന പോലീസുകാരുണ്ട്, പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. അതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പ്രിന്റു.
അല്ല, നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഇതിനെ ആഖ്യാനിച്ചാലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ADGPയും RSSന്റെ സർക്കാർ വിഭാഗവും തമ്മിൽ ചർച്ച നടത്തുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി പോലീസ് സംവിധാനം തയ്യാറാകുന്നു. അതൊരു തിരക്കഥയാണ്. പോലീസിന്റെ സമീപനമായി മാറുന്നു. താങ്കൾ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അത് ചെല്ലുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലെ സീറ്റ് BJPക്ക് കിട്ടുന്ന തരത്തിലേക്ക് ആ ചർച്ച നീളുന്നു. അതായിരുന്നു അതിന്റെ തുടക്കം. അതിനു മുൻപ് അമിത്ഷാ വരുന്നു. അതിനുശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി അവതരിക്കുന്നു. സുരേഷ് ഗോപി കരുവന്നൂർ ഏറ്റെടുക്കുന്നു. അതിനൊക്കെ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് പോകുമ്പോൾ ആ പ്ലാനിൽ വരുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം അട്ടിമറി എന്നുള്ളതാണ് ആരോപണം. എന്താ സ്മൃതി, നിങ്ങൾ അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ആരോപണത്തിൽ സത്യത്തിൽ ഈ സുനിൽകുമാറും KM മുരളീധരനും ഒക്കെ മാനസിക നില തെറ്റിയതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. ഈ സ്മൃതി പരത്തിക്കാടും അത് പിടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം 2 വർഷം മുമ്പല്ല അങ്ങനെയല്ല സ്മൃതി. ഞാൻ പറയട്ടെ സുരേഷ് ഗോപി നിങ്ങൾ പറഞ്ഞ 2 വർഷം മുമ്പല്ല, പരാജയപ്പെട്ട പിറ്റേ ദിവസം മുതൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. കരുവന്നൂർ വിഷയത്തിൽ മാത്രമല്ല, അവിടുത്തെ ജനകീയമായ എല്ലാ വിഷയങ്ങളും സുരേഷ് ഗോപി ഇടപെടുന്നുണ്ട്. ശക്തൻ മാർക്കറ്റിന്റെ വികസനവുമായി സുരേഷ് ഗോപി ഇടപെടുന്നുണ്ട്. കരുവന്നൂർ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടുത്തെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന്. പരാജയപ്പെട്ടവർ BJPയുടെ ശൈലി പരാജയപ്പെട്ട ആളുകളോട് ആ മണ്ഡലത്തിൽ പോയി പ്രവർത്തിച്ചിട്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ ശൈലിയാണ് സുരേഷ് ഗോപി ഇവിടെ നടപ്പിലാക്കിയത്. നിങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തെ നിങ്ങൾക്ക് അങ്ങോട്ട് രസിച്ചിട്ടില്ല. ഒരു പറ്റ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇപ്പോഴും അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയില്ല. ആ മാനസികാവസ്ഥയാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും സുരേഷ് ഗോപി പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. പിന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അങ്ങനെ സുരേഷ് ഗോപിയുടെ വിജയത്തെ ഒരു പൂരം അട്ടിമറിച്ചത് കൊണ്ടാണെന്നുള്ള ആഖ്യാനം നിങ്ങൾ സത്യസന്ധമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്ന്. 5 വർഷമായിട്ടുള്ള BJP പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ് കൃത്യമായ പ്ലാൻ ഉണ്ട് പ്രിന്റു. അത് കൃത്യമായി നിങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തു. ശരിയല്ല? അല്ല, ഞാനത് ശരി, ഞാൻ തിരിച്ചെത്താം. ഇനി അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി അബിനിലേക്ക് എത്താം. അബിൻ വർക്കി, ഇപ്പോൾ പ്രിന്റു മഹാദേവിന്റെ വാദങ്ങൾ കേട്ടല്ലോ. പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ കേട്ടതാണല്ലോ. അല്ല, കൃത്യമായിട്ട് അത് ഈ BJPയുടെ ഔദ്യോഗിക വക്താക്കളൊക്കെ ഉള്ള ദിവസം ഇപ്പോൾ CPM വക്താക്കളെ ഔദ്യോഗികമായി വിടാത്തത് ഒരു ശീലമായി വരികയാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ CPMന്റെ അതേ വാദഗതി തന്നെയാണ് BJP വക്താക്കളും ഇപ്പോൾ എല്ലാ ചർച്ചകളിലും ഉന്നയിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മതിയല്ലോ എന്നോർത്തായിരിക്കണം അവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് ഔദ്യോഗിക വക്താക്കളെയൊക്കെ വിടാത്തത്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പുഷ്പൻ അന്തരിച്ചത് കൊണ്ടാണ് ഇന്ന് ഗസ്റ്റ് ഇല്ലാത്തത്. അത് മറ്റു പല ചാനലുകളിലും ഔദ്യോഗിക ഗസ്റ്റുകൾ ഇരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അത് കണ്ടതുകൊണ്ട് പറഞ്ഞാണ്, എനിക്കറിയില്ല. എന്തുവായിക്കൊള്ളട്ടെ, അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്, അത് അവർ തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് ശ്രീ പ്രിന്റു മഹാദേവ് ഇവിടെ ഉന്നയിച്ച ചില കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കേവലം RSS ADGP കൂടിക്കാഴ്ചയിലേക്ക് ഈ വിഷയത്തെ മുഴുവൻ വഴിമാറ്റിവിടാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രിന്റു മഹാദേവ് ഇവിടെ ആരോപിക്കുന്നത്. ശ്രീ പ്രിന്റു മഹാദേവ് ആരാണ് അതിന് ശ്രമിക്കുന്നത്? അത് ഞങ്ങൾ കോൺഗ്രസ് ആണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷമാണോ ശ്രമിക്കുന്നത്? അപ്പം ഞങ്ങളുടെ ആദ്യം മുതലുള്ള വാദം എന്താണ്? ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ 1 സ്വർണ്ണ കള്ളക്കടത്ത്, 2 സ്വർണം പൊട്ടിക്കൽ കേസ്, 3 കൊലപാതക കേസ്, 4 അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദന കേസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ADGPക്കെതിരെ ഉന്നയിക്കുന്നത്. ഈ ADGPക്കെതിരെ ഉന്നയിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി ADGPയുടെ മുകളിലിരിക്കുന്ന P ശശിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ P ശശി ഏജന്റാണ് എന്ന് വരെ ആരോപണം വരുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണം ചെന്നുകൊള്ളുന്നത് എവിടെയാണ്? ഒരു നടപടിയും ഇതിനെതിരെ എടുക്കാത്ത ആഭ്യന്തര വകുപ്പിന് മേലാണ് ഈ ആരോപണം ചെന്നുകൊള്ളുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചെറിയ പഴയ കാര്യങ്ങളൊന്ന് പ്രിന്റുവിനെ ഓർമ്മിപ്പിക്കാം. 2019 നമ്മുടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. എവിടെ പോയി സാർ? അമിത്ഷായുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോഴും ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഫോക്കസ് പോയിന്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഫോക്കസ് പോയിന്റിൽ നിൽക്കുന്ന ഒരു ഓഫീസ് കേന്ദ്രീകരിച്ച് വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നുവെങ്കിൽ നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ? അമിത്ഷായുടെ മണത്തറിയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ആ ഏജൻസികളുടെ ഒരു മൗനാനുവാദമില്ലാതെ അത് നടക്കുമെന്ന് ചിന്തിക്കാൻ പാകത്തിന് മണ്ടന്മാരാണോ നമ്മൾ? ഇനി അതും പോകട്ടെ, ആ കേസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്ന്. ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ സ്വർണം കള്ളക്കടത്തുകാരനെന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു MLA ഉന്നയിച്ചിട്ട്, ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപിച്ചിട്ട് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതേവരെ ഒരു നടപടി എടുക്കാത്തത് എന്താണ്? ഈ മുഖ്യമന്ത്രിയെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? ഇനി ഇത്രയും ആരോപണങ്ങൾ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു MLAയും ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷി നേതാക്കന്മാരും ഉയർത്തിയിട്ട് മാസം 1 ആയല്ലോ. ഈ ഏജൻസിയൊക്കെ എവിടെ പോയി കിടക്കുകയാണ്? ഈ CBIയും EDയും കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഒക്കെ എവിടെ പോയി കിടക്കുകയാണ്? പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. ആരാ പറഞ്ഞേ? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു. ആർക്കെതിരെ ആരോപണം? കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെ ആരോപണം. ഒരു രാജ്യദ്രോഹ കേസെടുത്ത് അകത്തിടാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ പോലീസ് മനഃപൂർവ്വമായി ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ മതേതരത്വത്തിന്റെ ചിഹ്നമായ പൂരം കലക്കിയെന്ന് പറഞ്ഞിട്ട് എവിടെ സാർ? ഇവിടെ ഹൈന്ദവതയുടെ ഹോൾസെയിൽ എടുത്തിരിക്കുന്ന BJPക്കാരൊക്കെ ഈ തെരുവിലിറങ്ങി ഒരു സമരം, അതിനെതിരായിട്ട് ഒരു വാദഗതി, ഒരു പ്രസ്താവന നടത്തി ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഈ ADGPക്കെതിരെ ഒരു പ്രസ്താവന നടത്തി ഞങ്ങളാരും കണ്ടില്ലല്ലോ. ആ ആഭ്യന്തര വകുപ്പ് പൂരം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളാരും കണ്ടില്ലല്ലോ. അവിടെയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞാൽ. ഹൊസബല്ല ദത്താത്രേയും റാം മാധവും ADGPയുമായിട്ട് നടന്ന ചർച്ചയിൽ ചായ കുടിച്ചോ ലഡു തിന്നോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അത് അവർ എന്തെങ്കിലും ചെയ്യട്ടെ. അവിടെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ ഇതാണ്. എന്താണ്? സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മോചനം വേണം. ഡോളർ കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ വിടുവിക്കണം. ലാവ്ലിൻ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകണം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ SFIO അന്വേഷണം നിലച്ചിരിക്കുകയാണ്. അത് നിലച്ചു തന്നെ ഇരിക്കണം. അതിന് പകരമായി എന്ത് ചെയ്യണം? അതിന് പകരമായി തൃശൂർ സീറ്റിൽ BJPയെ വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ആ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം? BLOമാര് വഴി, NGO അസോസിയേഷന്റെ BLOമാര് വഴി, അവിടുത്തെ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ വഴി അവിടെ അനധികൃതമായി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ചേർക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുണ്ടാക്കി കൊടുത്തു. 2, ഇലക്ഷന്റെ ഏറ്റവും കീ പോയിന്റിൽ തൃശൂർ പൂരം കലക്കിക്കൊണ്ട് അവിടുത്തെ ഹൈന്ദവ വിശ്വാസി സമൂഹം എന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്. അപ്പൊ ആ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടെ BJPക്ക് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ആ അവസരം ഉണ്ടാക്കി കൊടുത്തത് പോലീസ് മനഃപൂർവ്വം പൂരം കലക്കി, ADGPയുടെ നിർദ്ദേശപ്രകാരം പൂരം കലക്കി. അവിടെ സുരേഷ് ഗോപിക്ക് മറ്റാർക്കും ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത സമയത്ത് മുൻകൂറായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ വണ്ടിയും കയറി പോകാത്തിടത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് കടത്തിവിട്ട് സുരേഷ് ഗോപിക്ക് അവിടെ വന്നിറങ്ങി BJPയാണ് ഈ ഹൈന്ദവതയുടെ മൊത്തക്കച്ചവടക്കാർ എന്ന തൃശൂർ നിവാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി അല്ലെങ്കിൽ ഒത്താശക്കാരനായി പോയ ADGP അജിത് കുമാറും RSS മേധാവികളും തമ്മിൽ സംസാരിച്ചതിന്റെ ആകസത്ത എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ADGP RSSുമായി ചെന്ന് കണ്ട് ചായ കുടിച്ചോ ലഡു തിന്നോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് പൊളിറ്റിക്കലാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനകത്ത് BJPക്ക് മിണ്ടാട്ടമില്ല, CPMന് മിണ്ടാട്ടമില്ല. ഇതാണ് ADGPയും നിങ്ങൾ ഈ പറയുന്ന ദത്രത്തെ ഹൊസബളയും കൂടി ഈ മീറ്റിംഗ് നടത്തിയെന്ന് നിങ്ങൾക്കറിയോ? താങ്കൾക്കറിയോ? 16 മാസങ്ങൾക്ക് മുമ്പല്ലേ? 2023 ജൂലൈ മാസത്തിലാണ് ADGP. ഞാൻ പറയാം, എന്നോടാണല്ലോ ചോദ്യം, ഞാൻ പറഞ്ഞു തരാം. 2023 മെയ് മാസത്തിൽ 2024 വർഷത്തിൽ നടക്കുന്ന പൂരം കലക്കാൻ വേണ്ടി ഒരു വർഷം അല്ല ഞാൻ പറയട്ടെ, ചോദ്യം ചോദിച്ചു, ഞാൻ മറുപടി പറയാം. ഇതൊരു ലോജിക്ക് വേണ്ട പറയട്ടെ. അല്ല ഞാൻ പറയട്ടെ, നെല്ലിക്കാത്തളം ആർക്കാണ് വെക്കേണ്ടത് ആ വീടിന്റെ അടുത്ത് ഏതെങ്കിലും നെല്ലിക്കാക്കട വീട്ടുകാരോട് പറയണം അത് മേടിച്ചു വെക്കാൻ. അത് പോകട്ടെ. 2023 മെയ് മാസത്തിൽ മറുപടി പറയട്ടെ. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പേക്കൂത്തിന് നിന്ന് കൊടുക്കുന്ന ആളാണ് ദത്താത്രേയ ഹൊസബള. അതന്നെ വിഷയം. രാഷ്ട്രീയ പേക്കൂത്ത് കേരളത്തിലെ അങ്ങനെ കെ സുരേന്ദ്രൻ രാഷ്ട്രീയ പേക്കൂത്തല്ലാതെ ഇവിടെ എന്ത് നടത്തുന്നു എന്നാ പറയുന്നത്?
അല്ലാതെ ഇവിടെ എത്ര ദിവസം IPS-ലേക്കും IAS ലോബിയിലേക്കും നിങ്ങൾക്ക് RSS ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറ്റി RSS-ന്റെ ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി രാമാധവൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ വക്താക്കളായി CPM രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ADGP വരുന്ന സമയത്ത് എന്താണ് സാർ ജയകുമാറിന്റെ ദൗത്യം എന്താണ്? അല്ല, എന്റെ ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് തിരിച്ചു പറയാം. നോക്കൂ, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിലെ മുഴുവൻ സംഘടനാ മുഴുവൻ വ്യക്തികളും ആളുകളുമായിട്ട് ചർച്ച ചെയ്യും, സമ്പർക്കം നടത്തുന്ന പ്രസ്ഥാനമാണ്. ആയിക്കോട്ടെ, ആ ചർച്ചയുടെ വിഷയം എന്താണെന്ന് ചോദിക്കണ്ടേ? ചർച്ചയുടെ വിഷയം എന്താണെന്ന് ഈ സർക്കാർ ചോദിക്കേണ്ടതല്ലേ? അല്ല, എബിൻ വർക്ക് എന്റെ സ്മൃതി പരുത്തിക്കാടെ കേരളത്തിലെ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ ADGP അജിത് കുമാർ എന്തിനാണ് കണ്ടതെന്നുള്ളത് അജിത് കുമാർ ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്റെ പ്രശ്നം. RSS മേധാവി ആരാണെന്ന് കാണട്ടെ, ഞങ്ങൾക്ക് എന്താ പറയുകയാണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോഴും അബിൻ വർക്ക് അല്ല, നിങ്ങൾക്ക് ഒരു സംവിധാനത്തെ കുറിച്ച് ഒന്ന് പഠിക്കണം. നിങ്ങൾ ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കും ചർച്ച ചെയ്യാൻ ഇരുന്ന് കൊടുക്കേണ്ട ആളാണ്. എത്രത്തെ ദിവസങ്ങളെ അങ്ങനെയാണോ നിങ്ങൾ RSS-ന്റെ രണ്ടാമത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസി എവിടെ പോയി സാർ? കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും കേരളത്തിലെ പൂരം മടക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? പറയൂ. നമ്മുടെ പ്രിൻസിപ്പൽ 2019 ആരംഭിച്ച 6 കൊല്ലം കഴിഞ്ഞില്ലേ? എന്താണ് സ്റ്റാറ്റസ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 17 പ്രതികളെ അറസ്റ്റ് ചെയ്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ കിടന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണ വിധേയൻ, ADGP ആരോപണ വിധേയൻ. പക്ഷേ മുഖ്യമന്ത്രിയുടെ വീടിന്റെ പടിക്കലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പുവരുത്തും? നിങ്ങൾ ഉന്നയിച്ച ബിരിയാണി ചെമ്പൊക്കെ എവിടെ പോയി? ഞാൻ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്തുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ മുതലാളിമാർ രക്ഷപ്പെടാറുണ്ട് സാർ. അത് തന്നെയാണ് സ്വർണ്ണക്കടത്തിന്റെ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള കാരണം. അല്ലാതെ പിണറായി വിജയൻ ഇപ്പോഴും കുറ്റവിമുക്തനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയും വർഷം 6 കഴിഞ്ഞു. എവിടെ പോയി സാർ? കേന്ദ്ര അന്വേഷണ എവിടെ പോയി? ഇത്രയും ആരോപണം ഉണ്ടായിട്ട് 6 കൊല്ലം കഴിഞ്ഞിട്ട് വീടിന്റെ പടിക്കലേക്ക് എത്തി നോക്കിയോ? അല്ല, നിങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെയായിരുന്നു സാർ? പ്രിൻസിപ്പൽ സെക്രട്ടറി ആരായിരുന്നു സാർ? കേരളത്തിൽ പിണറായി വിജയന്റെ രണ്ടാമത് നിങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ചല്ലേ ആരോപണം അതിനപ്പുറത്തേക്കൊന്നും ഡയറക്ടർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എന്ന് അറിയാമെന്ന് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയി. എന്ത് പറ്റി സാർ? ആ അന്വേഷണ ഏജൻസി എന്താണ് ക്ലിഫ് ഹൗസിന്റെ വാതിക്കേട്ട് ചെല്ലാത്തത്? എന്താ എന്തിയാ നിങ്ങൾക്ക് പരാതിയില്ലാത്ത? വർഷം 6 കഴിഞ്ഞല്ലോ. എവിടെ പോയി നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി? എവിടെ പോയി? അവസാനിപ്പിച്ചില്ല. കേരളത്തിലെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒത്തുതീർപ്പാണ്. CPM BJP ഒത്തുതീർപ്പ് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ ചോദ്യങ്ങൾ ഉയരുന്നില്ലേ? സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങൾ ഉയരുന്നില്ലേ? അതിനൊരു കൃത്യമായ മറുപടി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു ഗൗരവമുള്ളൊരു ചോദ്യം ഉയർന്നിട്ടും CPM-ന് അക്കാര്യത്തിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല. അത് ഒരു റിയാലിറ്റിയാണ്. അപ്പം സംഘപരിവാറുമായിട്ട് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് നടത്തേണ്ടതായിട്ട് കേരളത്തിലെ CPM-നും ഭരണത്തിനും അത് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നൊരു തോന്നൽ വ്യാപകമാണ്. അതിനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് സംഘപരിവാരമാണ്. കേന്ദ്രം ഭരിക്കുന്ന ഏജൻസികൾ അവരുടെ നിയന്ത്രണത്തിലാണ്. കേരളത്തിലെ ഭരണാധികാരികളുടെ ഓഫീസ്, അവരുടെ കുടുംബങ്ങൾ, ഇവരൊക്കെ തന്നെ പലവിധ കേസുകൾ പെട്ട് കിടക്കുകയാണ്. കേസുകളുടെ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേസുകളുണ്ട്, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, കേസുകളിൽ അന്വേഷണം നടക്കേണ്ടതാണ്. പക്ഷേ ആ അന്വേഷണം പല വിധത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം, ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യം അതില്ലാതെ അങ്ങനെ കേസുകൾ അങ്ങനെ ഇഴഞ്ഞു നീങ്ങാനിടയില്ല. കാരണം നമ്മൾ ഈ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായിട്ട് നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചിദംബരത്തിനെതിരായിട്ട് എത്ര വേഗത്തിലാണ് അന്വേഷണം നടന്നത്. ഇപ്പം മുഖ്യമന്ത്രി അവിടെയുള്ള ഡൽഹിയിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഇങ്ങനെ എത്ര ആളുകളുടെ കേസിൽ എത്ര ചടുതിയിലാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. അപ്പം കേരളത്തിൽ മാത്രം ഈ അന്വേഷണം വളരെ വളരെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അല്ലാതെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ക്ഷീണിച്ചു പോയത് കൊണ്ടാവാനിടയില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തിലുള്ള ഒരു താല്പര്യം അവരെ ബാധിച്ചിട്ടുണ്ട്. ചില താല്പര്യങ്ങൾ അവരെ നയിക്കുന്നുണ്ട്. ആ താല്പര്യങ്ങൾ
ചോദ്യങ്ങൾ കേന്ദ്രത്തിൻ്റെതാണോ അല്ല കേരളത്തിൻ്റെതാണോ എന്ന വിഷയം ഗൗരവമായിട്ട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് CPM ഇന്ന് വരെ ഉത്തരം പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ അവർ പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നുള്ള ആളുകളല്ല, ഞങ്ങൾ പിന്നെ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാരിന് തലപ്പത്തിരിക്കുന്ന ആളുകളെ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ് എന്ന കാര്യം പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാണ്. അതൊരു ന്യായമായ മറുപടി, കൃത്യമായ മറുപടി പറയുന്നതിൽ CPM വിജയിച്ചിട്ടില്ല. അതാണ് അന്നത്തെ പ്രശ്നം. ശ്രീ ജയേന്ദ്രൻ, എന്താണ് അവസാനമായി പറയാനുള്ളത്? അല്ല, ഇതിങ്ങനെയൊക്കെ പറയുമ്പോഴേ വസ്തുതകൾ എന്തിനാ കണ്ണടച്ചാൽ അവനവനെ ഇരുട്ടാവുമെന്ന് മനസ്സിലാക്കാത്ത എന്താണ് അബിൻ വർക്കിയൊന്നും? നിങ്ങളൊരു ചർച്ചയിലല്ലേ വന്നിട്ട് സംസാരിക്കുന്നത്? കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ താങ്കൾ പറഞ്ഞ ശിവശങ്കർ IAS ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അത് കഴിഞ്ഞ് ചാർജ് ഷീറ്റും കൊടുത്തൊരു കേസാണ്. ആ കേസിനെ കുറിച്ചാണ് നിങ്ങൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ ചോദിക്കുന്നത്? ലജ്ജയില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? സാമാന്യ സാക്ഷരതയുള്ള ആരെങ്കിലും ചോദിക്കുമോ ചാർജ് ഷീറ്റ് കൊടുത്ത കേസിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ? അതിന് എന്നോട് പറയുന്നുണ്ട് എന്താ കാര്യം? നിലവാരം വേണ്ടേ സംസാരിക്കുമ്പോ? താങ്കൾ നിൽക്കൂ, ഞാൻ നിങ്ങൾ സംസാരിച്ചു പറയാൻ അറിയാമല്ലോ. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പറഞ്ഞ ഒരു ഘട്ടത്തിൽ ഞാൻ മിണ്ടാൻ വന്നിട്ടില്ല. എനിക്ക് പറയാൻ അറിയാമോ? അങ്ങനൊന്നും പറയരുത് കേട്ടോ. പിന്നെ അത് ഇത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ സ്മൃതി വേറൊരു കാര്യം, പിന്നെ കേരളത്തിൽ പിന്നെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റാൽ കമ്മിറ്റ്മെൻറ്റായിട്ട് ആ കമ്മിറ്റ്മെൻറ്റോടെ ആ മണ്ഡലത്തിൽ നിന്നാൽ ജനങ്ങൾ അടുത്തവണ വിജയിപ്പിക്കുന്നുള്ളതിന് സുരേഷ് ഗോപി അല്ല തെളിവ്. അതിന് വേറൊരു കോൺഗ്രസ്സുകാരനുണ്ട് കേരളത്തിൽ തെളിവ്. ഏതാ ഞാൻ പറയട്ടെ? കൊല്ലം പിന്നെ ജില്ലയിൽ കരുനാഗപ്പള്ളി മണ്ഡലം പിന്നെ കുത്തകയായിരുന്നു CPIയുടെ. 2014 CR മഹേഷ് അവിടെ തോറ്റു. 5 വർഷം മഹേഷ് അവിടെ പ്രവർത്തിച്ചാണ് 2021 അവിടെ ജയിച്ചത്. അത് മുമ്പിൽ തെളിവാണെന്നേ. അതുതന്നെയാണ് പിന്നെ തൃശ്ശൂർ അവർ കാണിച്ച തന്ത്രം. അത് വെറും തന്ത്രമല്ല, അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ള പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു അത് സുരേഷ് ഗോപിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയൊന്നുമല്ല, കേരളത്തിൽ മുമ്പ് ഉണ്ട് എന്നുള്ളതിന്. അതുകൊണ്ടാണ് ഞാൻ മഹേഷിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം മറ്റൊന്ന് പറയാനുള്ളത്, ഈ അൻവറിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തിൽ, അതോ ഇന്നലെയോ വീഡിയോയിൽ, ഇന്നലെയല്ല മിനിഞ്ഞാന്നാണ്, വീഡിയോയിൽ ഒരാളെ ഹാജരാക്കിയല്ലോ. പിന്നെ പോലീസ് പിടിച്ച് വിദേശത്തുനിന്ന് വന്നിട്ട് പോലീസ് പിടിച്ച് ഒക്കെ ചെയ്ത ഒരാളെ അത്രയും കണ്ടില്ല, ഇത്രയും കണ്ടില്ല. പേരേതായാലും ഞാൻ പേരേതായാലും ഞാൻ അതല്ല പ്രശ്നം. അതെ, പേരല്ല പ്രശ്നം. എൻ്റെ സംശയം ഇത്രേ ഉള്ളൂ. അയാൾ ഈ വീഡിയോയിൽ അൻവർ ചോദിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെങ്കിലും ചോദിക്കേണ്ടതല്ലേ? ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് സ്വർണം കൊണ്ടുവന്നത്? എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അതൊന്ന് ചോദിക്കേണ്ടതല്ലേ? അത് അൻവറും പറഞ്ഞില്ല, മാധ്യമപ്രവർത്തകർ ചോദിച്ചുമില്ല. ഇപ്പോഴും അജ്ഞാതമാണ്. ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ്, എവിടെ നിന്നാണ് സ്വർണം കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്? കസ്റ്റംസിനെ ഒളിച്ച് കടത്തി പുറത്ത് വന്ന് പോലീസ് പിടിച്ചു. അതൊക്കെ പറഞ്ഞു. അത് ADGP അജിത് കുമാർ അടിച്ചുകൊണ്ട് പോയി, അല്ലെ മറ്റാൾക്കാർ അടിച്ചുകൊണ്ട് പോയി. ഇത് ആർക്കാണ്, എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ആർക്കാണ് കൊണ്ടുപോകുന്നത്? അതോടൊന്ന് പറഞ്ഞെങ്കിൽ എത്രയോ വിശ്വാസ്യത അൻവറിൻ്റെ വർദ്ധിക്കുമായിരുന്നു. അത് പറയാതെ വരുമ്പോഴോ ഇതിൻ്റെ അകത്ത് മറ്റു ചില ഡീലുകളുണ്ട് എന്ന് സ്വാഭാവികം തോന്നിപ്പോവും. ഞാൻ 900 ഗ്രാമാണ് കൊണ്ടുവന്നത്. 900 ഗ്രാം. അത് പോലീസ് പരിശോധിച്ച ശേഷം അത് കൂട്ടി, അത് കുറഞ്ഞു. പോലീസ് പരിശോധിച്ച ശേഷം അത് 250 ഗ്രാമായി അങ്ങ് കുറയുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഫൈൻ അടച്ചു കൊണ്ടുപോകാവുന്ന അത്ര സ്വർണ്ണമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. എൻ്റെ വാദം അതല്ല, ഞാൻ ചോദിച്ചതും അതല്ല പ്രശ്നം. 950 ഗ്രാം മുഴുവൻ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, മുഴുവൻ മോഷ്ടിച്ച് പോയി, പോലീസുകാർ മോഷ്ടിച്ചെടുത്തു. പക്ഷേ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഇതാണ് അറിയേണ്ടത്. കേരളം അറിയാണ്ടിരിക്കുന്ന ഒരു സംഗതി അതാണെന്നേ. അതൊന്നും പറയണ്ടേ? കേരള പോലീസ് മോഷ്ടിച്ചുകൊണ്ട് പോയി, സമ്മതിച്ചു. അല്ലതാ, ആ 900 ഗ്രാം സ്വർണ്ണം എവിടുന്ന് എങ്ങനെ കൊണ്ടുവന്നു, ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാൽ പോലീസ് പിടിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ കൊണ്ടുവന്നത് എവിടുന്നാണെന്നും കൊണ്ടുപോകുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്നും അയാൾ പറഞ്ഞില്ല. അന്ന് പറയേണ്ടതല്ലായിരുന്നു ഞാൻ ചോദിക്കുന്നത്. പിന്നെ മുസ്ലിങ്ങള് പോലീസിന്റെ കാര്യമല്ലല്ലോ, അൻവറല്ലേ ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് എന്ന് പറയുന്നത്. നഷ്ടപ്പെടുന്നു പോലീസ് പരിശോധനയ്ക്ക് ശേഷം എന്നുള്ളതായിരുന്നല്ലോ.
അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ. അല്ല, എന്റെ പോയിന്റ് അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. അത് അൻവറിന്റെ പോയിന്റ്. നിങ്ങൾ ആ പോയിന്റ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് എവിടുന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കാരണം ഇതേ ചോദ്യം കഴിഞ്ഞ ചർച്ചയിൽ BJP പ്രതിനിധിയിൽ നിന്ന് ഞാൻ കേട്ടു, ശ്രീ ജയേന്ദ്രൻ. അത് പ്രതിനിധി BJP ആണോ പിന്നെ SUC ആണോ അത് നോക്കിയിട്ടല്ലല്ലോ, അല്ലെങ്കിൽ CPM ആണോ നോക്കിയിട്ടല്ലല്ലോ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആൾക്കാർ ബ്രാൻഡ് ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ ചർച്ചയിലാണ് ചോദിച്ചത്. ഞാൻ പിന്നെ അതിനോട് എന്നെ ബ്രാൻഡ് ചെയ്തിട്ട് കാര്യമില്ല. മുൻപേ ചർച്ചയിൽ BJP അങ്ങനെ ചോദിച്ചു, അതല്ലല്ലോ അതിൻ്റെ ഉത്തരവ്, അതല്ലല്ലോ. വസ്തുതാപരമായ അക്കാര്യത്തിൽ മറുപടി പറയണ്ടേ സ്മൃതി? മുമ്പേ ചോദിച്ചതിൽ BJP-ക്കാരൻ അങ്ങനെ ചോദിച്ചു, ഇപ്പം ഞാനിത് ചോദിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഭാഷയിലാണ് താങ്കൾ പറയാൻ വരുന്നത്. സമീകരണങ്ങളൊന്നും ശരിയല്ല, അതെനിക്ക് പറയാനുള്ളൂ. അൻവർ നാളെ മറുപടി പറയുമോ എന്ന് നോക്കാം. നാളെ പൊതുസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഡബിൾ ഗെയിം ഉണ്ടെന്ന്, ഇരട്ടത്താപ്പുണ്ട് അൻവറിനെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ പ്രിന്റുവിന് ഒറ്റ കാര്യം കൂടെ. പ്രിന്റു, ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞ മലപ്പുറം എന്നുള്ളത് മാത്രമല്ല, 28% വരെ കേരള മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള നിലപാട് പോലീസിന് ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള വസ്തുതയാണ് എന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ശ്രമിച്ചത്. ആ സംശയത്തിന് സർക്കാരിൽ നിന്ന് മറുപടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നന്നായി അൻവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പിന്തുണ അൻവറിന് ലഭിക്കുന്നു എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളല്ലേ. ശരി, നമുക്ക് നാളെ ഇരിക്കാം ശ്രീ ജയേന്ദ്രൻ. നാളെയുണ്ടല്ലോ അൻവറിന്റെ പൊതുസമ്മേളനം, നാളെയാണ്. അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിലേക്ക് ജനസഞ്ചയം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി അബിൻ വർക്കി, M ജയചന്ദ്രൻ, പ്രിൻറ്റു മഹാദേവ്, NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്.